ഹായ്, എല്ലാവർക്കും മിസ്റ്റർ ഷൈനിലേക്ക് സ്വാഗതം. രണ്ട് സഹോദരിമാർ സിനിമ ഇൻഡസ്ട്രിയിൽ കടന്നു വരുന്നു. അവരുടെ അമ്മയുടെ കഠിന പ്രയത്നം കൊണ്ട് അവർ സിനിമാ മേഖലയെ കീഴ്പ്പെടുത്തുന്നു. അനിയത്തി തമിഴിലും തെലുങ്കിലൊക്കെ ആയിട്ട് ഒരുപാട് സക്സസ്ഫുൾ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ചേച്ചി തമിഴ്, മലയാളം, തെലുങ്ക്, കന്നഡ മുതലായ ഭാഷകളിൽ അവരവരുടെ സ്വാധീനം അറിയിച്ചുകൊണ്ട് രണ്ടുപേരും ടോപ്പ് ലെവലിലുള്ള ഹീറോയിൻസ് ആയിട്ട് ഒരു കാലഘട്ടം മുഴുവനും സൗത്ത് ഇന്ത്യൻ സിനിമാ ലോകത്തെ അടക്കി വാങ്ങിയത് രണ്ടുപേരായിരുന്നു രാധ, അംബിക. അവരുടെ അമ്മ കല്ലറ സരസമ്മ. അവരുടെ ഒറ്റ ഒരാളുടെ വിൽ പവർ കൊണ്ട് മാത്രമാണ് ഈ രണ്ടുപേരും സിനിമയിൽ ഇന്ന് കാണുന്ന ലെവലിലേക്ക് എത്തിപ്പെട്ടത്. സിനിമയിൽ നല്ല സക്സസ്ഫുൾ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് രാധ വിവാഹിതയാവുകയും പിന്നീട് സിനിമ പൂർണ്ണമായിട്ട് വിട്ടിട്ട് നല്ലൊരു കുടുംബിനിയായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോയും രണ്ട് പെൺമക്കളുണ്ടായും. അവരും സിനിമയിലൊക്കെ ട്രൈ ചെയ്ത് നോക്കി. പക്ഷെ അവർ സക്സസ്ഫുൾ ആവാത്തതുകൊണ്ട് പിന്നീട് അവർക്കും അവരെല്ലാം കല്യാണം കഴിച്ച് ഇപ്പം എല്ലാവരും സെറ്റിൽ ആയിട്ടുണ്ട്. അപ്പോൾ അത്രത്തോളം പീക്കിൽ നിൽക്കുന്ന സമയത്താണ് രാധ കല്യാണം കഴിച്ചു പോയത്. അതിനുശേഷം അവരൊരിക്കലും സിനിമ മോഹിച്ചിട്ടില്ല. അവരുടെ ഒരു പ്ലാൻ തന്നെ അങ്ങനെയായിരുന്നു. ഇപ്പോൾ സിനിമയിൽ അഭിനയിക്കുക, അത്യാവശ്യം പൈസ ഉണ്ടാക്കുക, അതിനുശേഷം കല്യാണം കഴിച്ച് നല്ല രീതിയിൽ ജീവിക്കുക. സിനിമ എന്ന് പറഞ്ഞ സ്വപ്നം മാറ്റി വെച്ചിട്ട് ഭർത്താവ്, കുട്ടികളുടെ രീതിയിൽ ആ ഒരു ലൈഫ് എൻജോയ് ചെയ്യാൻ വേണ്ടി രാധ പ്ലാൻ ചെയ്യും. രാധ അങ്ങനെ പോവുകയും രാധ ലൈഫ് സക്സസ് ആയിട്ടുണ്ട്. പക്ഷെ അംബികയും ആ ഒരു പ്ലാനോട് കൂടിയൊക്കെ തന്നെയായിരുന്നു ലൈഫ് മുന്നോട്ട് പോയെങ്കിൽ പോലും അംബികയുടെ വിവാഹ ജീവിതത്തിൽ മൊത്തം പ്രശ്നങ്ങളായിരുന്നു. ആദ്യ വിവാഹം ഒരുപാട് പ്രതിസന്ധികൾ കടന്നുപോയി. അവസാനം ഡൈവോഴ്സായി. പിന്നീട് കുറെ ബന്ധങ്ങൾ വന്നു, അതും ശരിയായില്ല. പിന്നീട് ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴും ഹീറോയിൻ എന്ന രീതിയൊക്കെ മാറിയിട്ട് പിന്നീട് സഹനടികളായി മാറാൻ തുടങ്ങിയപ്പോൾ പിന്നെ അത് ഫ്രസ്ട്രേഷനായി, സ്ട്രെസ്സായി, പിന്നെ മദ്യപാനത്തിന് അടിമപ്പെട്ടു. അങ്ങനെ മദ്യപാനത്തിലൂടെ ജീവിതം മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഒരുപാട് അരുതാത്ത ബന്ധങ്ങൾ വരുന്നു. ലഹരി ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ അംബികയ്ക്ക് വരുന്നു. പിന്നെ കുറെ നാൾ വടിവേല് പോലെയുള്ള ആക്ടറിന്റെ കൂടെ ലിവിങ് ടുഗദർ ആയിട്ട് കുറെ വർഷം അവരോടുകൂടെ ജീവിക്കുന്നു. അങ്ങനെ മൊത്തത്തില് അതായത് രാധ പ്ലാൻ ചെയ്ത പോലെ രാധ ലൈഫ് സെറ്റാക്കിയപ്പോൾ അംബികയുടെ ലൈഫ് അങ്ങനെ ആ രീതിയിൽ കൊണ്ടുപോകാൻ പറ്റിയില്ല. പലയിടത്തും വെച്ച് കാലിടറി പല പ്രതിസന്ധിയിൽ പോയി ചാടി പല പ്രശ്നങ്ങളുണ്ടായി. അങ്ങനെ അവർ ഉദ്ദേശിച്ച രീതിയിലേക്ക് ഒരു ജീവിതം പോകാണ്ടാണ് ഇന്ന് അംബികയുടെ ഒരു ലൈഫ് നിൽക്കുന്നത്. സിനിമയിലൊക്കെ കുറച്ച് വേഷങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും പഴയൊരു പ്രൗഢിയോ പ്രതാപം ഇല്ലാണ്ട് പോയി അംബികയ്ക്ക്. അംബികയെ കുറിച്ച് പിന്നീട് എൻ്റെ ഇടയ്ക്കൊക്കെ നമ്മൾ ഗോസിപ്പായിട്ട് കേട്ടിട്ടുള്ളത് ഈ കല്ലറ സരസമ്മയ്ക്കും കെ കരുണാകരനും ഉണ്ടായ മകളാണ് അംബിക എന്ന് പറഞ്ഞ രീതിയിൽ ഒരു ഗോസിപ്പും കേരളക്ക് ഒരുപാട് നാള് നമ്മുടെ നാട്ടിലൊരു അത് രഹസ്യമായ ഒരു പരസ്യം ഇങ്ങനെ കൊണ്ടു നടക്കുമായിരുന്നു. ഭയങ്കര ഗോസിപ്പായിട്ട് കൊണ്ടു നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇവിടെ കരുണാകരന്റെയും അംബികയുടെ ഒക്കെ ഷേപ്പ് വെച്ച് കണ്ട് രണ്ടുപേരും ഒരുപോലെ ഇരിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ കുറെ നാൾ ഈ വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു. അതിലെത്രത്തോളം വാസ്തവം നമുക്കറിയില്ല. ഇതൊക്കെ ഒരു ഗോസിപ്പായിട്ട് മാത്രം കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അപ്പൊ ആ ഒരു സൈഡിലൂടെ അങ്ങനെയും കുറെ കാലമൊക്കെ പറയാറുണ്ടായിരുന്നു. പറയാൻ കാരണം ഈ അംബികയുടെ രാധയുടെ അമ്മയായ കല്ലറ സരസമ്മ ഈ മഹിളാ കോൺഗ്രസിന്റെ ഒക്കെ വലിയ സ്ഥാനത്ത് നിന്ന ഒരാളായിരുന്നു. കരുണാകരന്റെ ഒക്കെ അടുത്ത ആളായിരുന്നു. അപ്പൊ അതുകൊണ്ട് വന്നു ചേർന്ന ഒരു പേരുദോഷമോ അല്ലെങ്കിൽ ഒരു ഗോസിപ്പ് ആയിരിക്കും എന്ന് നമുക്കറിയത്തില്ല. അപ്പൊ രണ്ടുപേര് ഒരു കാലഘട്ടത്തിൽ സിനിമയിൽ വരികയും അമ്മ രണ്ട് കുട്ടികൾക്ക് കഴിവുണ്ടെന്ന് മനസ്സിലായി അവരെ കൊണ്ട് ചെന്നൈയിലെത്തി അവരെ സിനിമയിൽ എത്തിച്ച് രണ്ടുപേർക്കും ഒരു ടോപ്പ് ലെവലിലുള്ള ഹീറോയിനായിട്ട് കുറെ വർഷം സിനിമാ ലോകത്തെ കീഴടക്കുകയും അതിനുശേഷം രണ്ടുപേരുടെ ലൈഫും രണ്ട് രീതിയിലായി പോകുന്ന ഒരു കാഴ്ചയാണ് കണ്ടിട്ടുള്ളത്. അപ്പൊ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഒന്നും നിരന്തരമല്ല. ഇതും കടന്നു പോകുന്നു പറഞ്ഞ പോലെ ഒന്നും നിരന്തരമല്ല. ചില സമയത്ത് നമ്മൾ വലിയ ടോപ്പ് ലെവലിലും നമ്മളെ ആരാധിക്കാനും നമ്മുടെ ലൈഫൊക്കെ ഭയങ്കര കളർഫുൾ ആയിട്ട് തോന്നും. ഒരു ഘട്ടം കഴിയുമ്പോൾ ആ കളർഫുള്ളായിട്ട് മാറിയിട്ട് പിന്നീട് കുറച്ച് ഡാർക്കൊക്കെ ആവാൻ തുടങ്ങും. അപ്പോൾ ഒന്നും സ്ഥായിയല്ല, ഒന്നും നിരന്തരമല്ല എന്നുള്ള തിരിച്ചറിവാണ് നമ്മൾ പണ്ട് ആരാധിച്ചിരുന്ന, നമ്മൾക്ക് ക്രഷ് തോന്നിയിരുന്ന നമ്മുടെ പല ആൾക്കാരും സെലിബ്രിറ്റീസും ഒക്കെ ഇന്നത്തെ അവരുടെ ജീവിതം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നു ഒന്നുമല്ല, ഇതൊക്കെ മാറിക്കൊണ്ടേയിരിക്കുന്ന ഒരു പ്രതിഭാസം മാത്രമാണെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവും. അപ്പൊ ഈ അംബികയുടെ രാധയുടെ ലൈഫിനെ കുറിച്ച് ചുമ്മാ അറിഞ്ഞപ്പോൾ ഇങ്ങനെ വീഡിയോ ആയിട്ട് വന്നതാണ്. അപ്പൊ ഇനിയും നല്ല വീഡിയോസ് ആയിട്ട് വരുന്നവരെ ബൈ.